വെൽക്കം ടു മിസ്റ്റർ DNV യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെല്ലാവരും സ്ഥിരം യൂസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ്. ചാറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ, വോയിസ് കോൾ ചെയ്യാൻ, വീഡിയോ കോൾ ചെയ്യാൻ, ഇതുപോലുള്ള പല പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ആണ് വാട്സപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്സപ്പിൽ ഈ ഇടയ്ക്കായിട്ട്, അതായത് 2022 വന്ന പുതുപുത്തൻ ഫീച്ചറുകൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക്. വാട്സപ്പിൽ വന്ന ഒരു പുതിയ ഫീച്ചറാണ് ഫോട്ടോ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഈ ഫീച്ചർ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാമെന്നല്ലേ? ഇതിനായി നിങ്ങൾ വാട്സപ്പിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം സ്റ്റോറേജ് ആൻഡ് ഡാറ്റ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും ഫോട്ടോ ക്വാളിറ്റി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓട്ടോമാറ്റിക് ഓപ്ഷൻ ആണ് ഡീഫോൾട്ട് ആയിട്ട് അവിടെ കിടക്കുന്നത്. നിങ്ങൾക്കത് ബെസ്റ്റ് ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഡേറ്റ സേവർ മോഡിലോ ഇടാൻ കഴിയുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് നെറ്റ് കുറവുള്ള സമയത്ത് ഡേറ്റ സേവർ മോഡിലും, അതുപോലെ നിങ്ങൾ വൈഫൈയിലോ അല്ലെങ്കിൽ നല്ല റേഞ്ചിലുള്ളിടത്തോ ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അയക്കുന്ന പിക്ചേഴ്സ് നല്ല ക്വാളിറ്റിയിൽ അത് റിസീവ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് വാട്സാപ്പിൽ വന്ന പുതുതായിട്ടുള്ള ഒരു ഫീച്ചർ. അതുപോലെ വാട്സാപ്പിൽ വന്ന പുതിയൊരു ഫീച്ചറാണ് ഡീഫോൾട്ട് മെസ്സേജ് ടൈമർ. നമുക്കറിയാം, കഴിഞ്ഞ വർഷം വാട്സാപ്പിൽ വന്നൊരു ഫീച്ചർ ആയിരുന്നു ഡിസപ്പിയറിംഗ് മെസ്സേജസ്. അതായത് നമ്മൾ ഒരാൾക്ക് അയക്കുന്ന മെസ്സേജ്, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു ചാറ്റ് തുടങ്ങുന്നു, അല്ലെങ്കിൽ പുതിയൊരു ഗ്രൂപ്പ് ചാറ്റ് തുടങ്ങുമ്പോൾ അതിനകത്ത് വരുന്ന മെസ്സേജ് 7 ദിവസത്തിനുള്ളിൽ അത് ആ ചാറ്റിലുള്ള എല്ലാ മെമ്പേഴ്സിന്റെയും ഡിവൈസിൽ നിന്നും ഇറേസ് ആയി പോകുന്ന ഒരു ഫീച്ചറാണ് ഡിസപ്പിയറിംഗ് മെസ്സേജസ്. എന്നാൽ ഡീഫോൾട്ട് മെസ്സേജ് ടൈമർ എന്ന ഫീച്ചറിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുതിയൊരു ചാറ്റ് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുന്നത് 7 ഡേയ്സിന് പകരം 7 ഡേയ്സ്, 24 hours, 90 ഡേയ്സ് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഡീഫോൾട്ട് മെസ്സേജ് ടൈമർ ഓൺ ചെയ്യാൻ കഴിയും. അതാകുമ്പോൾ നമ്മൾ പുതിയൊരു ചാറ്റ് തുടങ്ങുന്ന സമയത്ത് ആ ഒരു ഡീഫോൾട്ട് ടൈമർ ഓൺ ആയിക്കൊണ്ടായിരിക്കും തുടങ്ങുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ 90 ഡേയ്സ് ആണ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ 90 ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ അയക്കുന്ന മെസ്സേജസ് നമ്മുടെ ഫോണിൽ നിന്നും, അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്ന ഫോണിൽ നിന്നും ഇറേസ് ആയി പോകുന്നതാണ്. അതുപോലെ വാട്സപ്പിൽ വന്ന മൂന്നാമത്തെ പുതിയൊരു ഫീച്ചറാണ് കീപ് ചാറ്റ്സ് ആർക്കൈവ്ഡ്. അതായത് വാട്സപ്പിൽ പണ്ട് മുതലേ ഉള്ളൊരു ഫീച്ചറാണ് ചാറ്റുകൾ ആർക്കൈവ് ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരു ഫീച്ചർ. ഇതിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഫോണിനകത്ത് മെസ്സേജ് നമുക്കിപ്പോൾ നമ്മൾ സ്ഥിരം ചെക്ക് ചെയ്യാത്ത ഒരു ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് വരികയാണെങ്കിൽ നമുക്കത് ഇപ്പോൾ നമ്മുടെ ഹോമിൽ കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാവുന്ന ഒരു സ്ഥലമാണ് ഈ ആർക്കൈവ്ഡ് സെക്ഷൻ. എന്നാൽ ഇവിടെ പുതിയൊരു ഫീച്ചർ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെയൊക്കെ നമുക്ക് ആർക്കൈവ്ഡിനകത്ത് നമ്മൾ പുതിയൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ആർക്കൈവ്ഡ് ഫോൾഡറിൽ നിന്ന് മാറി നമ്മുടെ ഹോമിലേക്ക് വരും ആ ചാറ്റ് ഓട്ടോമാറ്റിക്കലി. എന്നാൽ പുതിയൊരു ഫീച്ചറിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കൈവ്ഡിൽ എത്രയൊക്കെ മെസ്സേജസ് വന്നാലും അത് നമ്മുടെ ഹോം ഫീഡിലേക്ക് വരില്ല. ഇതും പുതിയൊരു ഫീച്ചറാണ്. ഇനി നാലാമതായുള്ള ഒരു ഫീച്ചർ, നിങ്ങളിത് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങൾ വാട്സാപ്പിൽ മറ്റൊരാളുടെ സ്റ്റാറ്റസ് കാണുന്ന സമയത്ത് അവിടെ മുകളിലുള്ള 3 ഡോട്ട്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇടയ്ക്ക്. നേരത്തെയൊക്കെ അവിടെ ഒരൊറ്റ ഓപ്ഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്, മ്യൂട്ട് എന്ന് മാത്രം. എന്നാൽ ഇപ്പോൾ മ്യൂട്ട്, അതേപോലെ കോൾ ചെയ്യാനുള്ള സംവിധാനം, മെസ്സേജ് ചെയ്യാനുള്ള സംവിധാനം, ആ കോണ്ടാക്ട് വ്യൂ ചെയ്യാൻ, ഇങ്ങനെ നിരവധി ഓപ്ഷനുകൾ നമുക്കിപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് വ്യൂവിങ്ങിന്റെ ആ 3 ഡോട്ട്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതും പുതിയൊരു അപ്ഡേറ്റ് ആണ്. അതുപോലെ അവസാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ഗ്രൂപ്പ് ചാറ്റുകളിൽ നമ്മൾ ആ ഗ്രൂപ്പിന്റെ ഇൻഫോ ഓപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ആ ലേഔട്ട് മൊത്തത്തിലൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അവിടെ നമുക്കിപ്പോൾ ആ സൈഡിൽ 3 ഡോട്ട്സിനകത്ത് ചേഞ്ച് സബ്ജക്റ്റ്, അതുപോലെ ഗ്രൂപ്പ് സെറ്റിംഗ്സ് ഒക്കെ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ 3 ഡോട്ട്സിലും, അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ അവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും പുതിയൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. തീർച്ചയായും ഔട്ട്.